എൻ്റെ കുട്ടിയെ അനുഗ്രഹിക്കൂ എന്ന് മറ്റുള്ളവരോട് പറയേണ്ട കാര്യം എന്താണ്? നിങ്ങളുടെ ഓരോ ചിന്തയും നിങ്ങളുടെ കുട്ടിക്കുള്ള ബ്ലെസ്സിങ്സ് ആക്കി മാറ്റാനാവും. അവർക്ക് ഒരു തോട്ട് മാത്രമേ ബ്ലെസ്സിങ് ആയി നൽകാൻ കഴിയുകയുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് സ്വന്തം മക്കൾക്കായി 24 മണിക്കൂറും ബ്ലെസ്സിങ്സ് നൽകാൻ കഴിയും. തെറ്റായ കാര്യങ്ങൾ നടക്കുന്നത് കണ്ടിട്ടും നിങ്ങൾ അതേക്കുറിച്ച് ശരിയായ ചിന്തകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൂടെ ഭാഗ്യം ചേഞ്ച് ആവും. എന്നാൽ എല്ലാം ശരിയായി നടക്കുമ്പോഴും പലതും ചിന്തിച്ച് ആശങ്കയോടെ ഇരിക്കുകയാണെങ്കിൽ നന്നായി വരാനിരിക്കുന്ന ഭാഗ്യത്തിൽ പോലും നെഗറ്റീവ് വൈബ്രേഷൻസ് കടന്നു വരാൻ തുടങ്ങും. Is it normal? Is it normal to worry? വറി ചെയ്യുന്നത് നോർമലാണോ? ആശങ്കപ്പെട്ടിരിക്കുന്നത് നോർമലാണോ? നമ്മൾ വെറുതെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്താവും? എൻ്റെ കുട്ടിയുടെ ഭാവി എന്താവും? എൻ്റെ മക്കളുടെ കാര്യങ്ങൾ എങ്ങനെയാവും? 5 വർഷങ്ങൾക്ക് ശേഷം, 20 വർഷങ്ങൾക്ക് ശേഷം എന്താവും? അന്ന് കാര്യങ്ങൾ എങ്ങനെ നടക്കും? നമ്മുടെ ഓരോ ചിന്തകളും നമ്മുടെ ഭാഗ്യത്തിൽ കാര്യമായി തന്നെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഒരേ ഒരു ചിന്ത മാത്രം ക്രിയേറ്റ് ചെയ്യുക. ഇവർക്ക് എല്ലാം നല്ലത് മാത്രമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നല്ലത് സംഭവിക്കട്ടെ എന്നല്ല വിചാരിക്കേണ്ടത്. അത് നല്ലത് സംഭവിക്കാൻ കാത്തിരിക്കുന്നത് പോലെയുള്ള ഒരു ചിന്തയാണ്. ഇപ്പോൾ നല്ലത് മാത്രം സംഭവിക്കുന്നു എന്ന് വിചാരിക്കണം. ഇതിനെ നിങ്ങളുടെ ജീവിത മന്ത്രമാക്കി മാറ്റുക. അതോടെ എല്ലാ വറീസും ഇല്ലാതാവും. ടീച്ച് യുവർ മൈൻഡ് ടു തിങ്ക് റൈറ്റ്. സ്വന്തം മനസ്സിനെ ശരിയായ രീതിയിൽ ചിന്തിക്കാൻ പഠിപ്പിക്കണം. നിങ്ങളുടെ ഓരോ ചിന്തകളും വാക്കുകളും ബ്ലെസ്സിങ്സായി മാറുന്ന വിധത്തിൽ ചിന്തിക്കാൻ നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിച്ചു കൊടുക്കണം. പറയുന്ന വാക്കുകളും ചിന്തിക്കുന്ന കാര്യങ്ങളും ശുദ്ധവും ശക്തി നിറഞ്ഞതുമായാൽ തന്നെ നമ്മുടെ ഭാഗ്യം ചേഞ്ച് ആവാൻ തുടങ്ങും. ഡെസ്റ്റിനി ചേഞ്ച്ഡ്. ഇനി നിങ്ങളെല്ലാവരും ചേർന്ന് എനിക്ക് ഇത്രയധികം ബ്ലെസ്സിങ്സ് തന്നു, എന്നിട്ടും ഞാൻ വീഴുകയാണ് എന്ന് കരുതുക. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എന്തു ചെയ്യണം? താങ്കൾ എല്ലാവരും ബ്ലെസ്സിങ്സ് ക്രിയേറ്റ് ചെയ്തതിലൂടെ താങ്കളുടെ മനസ്സിൻ്റെ സ്ഥിതി അത്രയധികം സ്ട്രോങ് ആയി മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ വീണാലും താങ്കൾ സ്റ്റേബിളായി തന്നെ നിൽക്കും. പെട്ടെന്ന് തന്നെ എന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്യും. മറിച്ച് താങ്കൾ ഭയവും അനാവശ്യ ചിന്തകളും നിറഞ്ഞ് ഡൗൺ ആയിരിക്കുകയാണെങ്കിൽ, ഞാൻ വീണാൽ താങ്കൾ വന്ന് എന്താണ് പറയുക? ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, നീ കേട്ടില്ലല്ലോ. അടുത്ത തവണയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കണം. കാരണം നിനക്ക് എന്താണ് നല്ലത് എന്ന് എനിക്ക് നന്നായി അറിയാം. ഒരിക്കലും മറ്റൊരു ആത്മാവിനോട് നിനക്ക് എന്താണ് നല്ലത് എന്ന് എനിക്കറിയാം എന്ന് പറയരുത്. ഒരിക്കലും അങ്ങനെ പറയരുത്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്നവരോട് പറയാം. അല്ലാതെ മറ്റൊരു ആത്മാവിൻ്റെ കാർമിക് അക്കൗണ്ട്സിൽ കയറി ഇടപെടാൻ ശ്രമിക്കരുത്. സ്വന്തം കപ്പാസിറ്റിക്ക് അനുസരിച്ച് അഭിപ്രായങ്ങൾ പറയാം. അല്ലാതെ മറ്റുള്ളവരുടെ കാർമിക് അക്കൗണ്ടിൽ ഇടപെടാൻ പാടില്ല. കാരണം പലപ്പോഴും നമ്മുടെ ഉപദേശങ്ങൾ അവർക്ക് മോശമായ കാര്യങ്ങൾ ഉണ്ടാവാൻ കാരണമാവും. എന്തെന്നാൽ സ്വന്തം സംസ്കാരങ്ങൾ അനുസരിച്ചാണ് നമ്മൾ അവർക്ക് ഉപദേശങ്ങൾ നൽകിയത്. എന്നാൽ അത് പ്രാവർത്തികമാക്കേണ്ടത് അവരാണ് എന്നോർക്കണം. ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മൾ അവരുടെ കർമ്മങ്ങളുടെ കണക്കുകളിലാണ് ചെന്ന് ഇടപെടുന്നത്. എൻ്റെ കുട്ടി എന്ന് നമ്മൾ പറയുന്നത് നീണ്ട യാത്ര ചെയ്തു വരുന്ന ഒരു ആത്മാവാണ്. നിങ്ങൾക്ക് സ്വന്തം മക്കളെ ശക്തിശാലികളാക്കി മാറ്റണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ശക്തി നിറഞ്ഞവരായി മാറണം. സ്വന്തം കുട്ടികളെ ശക്തരാക്കി മാറ്റണമെങ്കിൽ നിങ്ങൾ അവർക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാനും തുടങ്ങണം. സ്വന്തം മക്കൾക്കായി
ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ റെഡിയാണോ? ആർ യു റെഡി ടു കുക്ക് ഫോർ യുവർ ചിൽഡ്രൻ? കുക്കിംഗ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് പഠിക്കാം. സ്വന്തം മക്കൾക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു. അപ്പോൾ പിന്നെ അവർക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കാനും പഠിക്കാൻ പറ്റില്ലേ? നമ്മുടെ അമ്മമാർ നമുക്കായി ഭക്ഷണം ഉണ്ടാക്കി തന്നതുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും ഇന്ന് ഇത്രയ്ക്ക് ഇമോഷണലി സ്ട്രോങ് ആയിരിക്കുന്നത്. ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ അതിലെന്താണ് നിറച്ചുകൊണ്ടിരിക്കുന്നതെന്നറിയാമോ? അവരുടെ ചിന്തകളിലൂടെയാണ് നമ്മുടെ നറിഷ്മെൻറ്റ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇടയ്ക്കിടെ നമ്മളോട് ഐ ലവ് യു എന്ന് പറയേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. കാരണം അവർ ഭക്ഷണത്തിൽ അത്രയധികം സ്നേഹം നിറച്ചാണ് നമുക്ക് തന്നിരുന്നത്. ആ ഭക്ഷണം കഴിച്ച് ആത്മാവ് ശക്തമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചുറ്റും നടക്കുന്നതിലും ചെയ്യുന്നതിലും ഒന്നും കാര്യമില്ല. അന്ന് അത്രയ്ക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ നടന്നിരുന്നുമില്ല. ജീവിതം അത്രയ്ക്ക് സിമ്പിളായിരുന്നു. ടെക്നോളജി ഉണ്ടായിരുന്നില്ല, ഫോൺ ഉണ്ടായിരുന്നില്ല, കമ്മ്യൂണിക്കേഷൻ കുറവായിരുന്നു. എന്നിട്ടും ആളുകൾ അത്രയ്ക്ക് നല്ലവരായിരുന്നു. എന്തുകൊണ്ട്? കാരണം നമ്മൾ വൈബ്രേഷന് പ്രാധാന്യം നൽകിയിരുന്നു. വി വേ വർക്കിംഗ് ഓൺ ദി വൈബ്രേഷൻ, വർക്കിംഗ് ഓൺ ദി കോർ. ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യത്തിലായിരുന്നു നമ്മൾ അന്ന് ശ്രദ്ധ നൽകിയിരുന്നത്. എന്നാൽ ഇന്ന് സ്വന്തം മക്കൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാനുള്ള സമയമേ ഇല്ല. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. യു ഹേറ്റ് കുക്കിംഗ്? ഈവൻ ഐ ഹേറ്റ് കുക്കിംഗ്. സ്റ്റിൽ ഐ കുക്ക് ഫോർ മൈസെൽഫ്. എനിക്കും ഭക്ഷണം ഉണ്ടാക്കാൻ അത്രയും ഇഷ്ടമൊന്നുമല്ല. എന്നാലും എനിക്കുള്ള ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കും. കാരണം അതിലൂടെ എനിക്ക് ലഭിക്കുന്ന പവർ എന്താണെന്ന് എനിക്കറിയാം. പലതും എനിക്ക് ഇഷ്ടമുണ്ടാവില്ല. പല കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ എൻജോയ് ചെയ്യുന്നുമുണ്ടാവില്ല. എന്നാൽ എനിക്ക് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്യണം എന്നല്ല അതിനർത്ഥം. ഭക്ഷണം എങ്ങനെയാണോ മനസ്സും അതുപോലെ തന്നെ ആയിരിക്കും എന്നത് ശുദ്ധമായ സയൻസാണ്. ഇത് സയൻസാണ്. നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നവരുടെ മനസ്സിൻ്റെ സ്ഥിതിയുടെ ഡയറക്റ്റ് ഇഫക്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നിങ്ങളുടെ കുട്ടികളുടെ മനസ്സിൽ ആരുടെയൊക്കെ മനസ്സിൻ്റെ സ്ഥിതികളാണ് ഉണ്ടാവുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അപ്പോൾ കുട്ടികൾക്ക് നിങ്ങളുമായുള്ള ബോണ്ടിങ്, അടുപ്പം എങ്ങനെയുള്ളതായിരിക്കും എന്നറിയാം. ഒരാളുടെ ഹൃദയത്തിലേക്കുള്ള വഴി അയാളുടെ വയറിലൂടെയാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്താണ് ഇതിൻ്റെ അർത്ഥം? The way to a man's heart is through stomach എന്ന് നമ്മൾ പണ്ടേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ആളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സുമായി കണക്റ്റഡ് ആവുമെന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്വന്തം മക്കൾക്ക് വേണ്ടി കുക്ക് ചെയ്യുമ്പോൾ അവർ നിങ്ങളുമായി കണക്റ്റഡ് ആവുന്നു. എന്നാൽ അവർ അധികവും പുറമേ നിന്നാണ് കഴിക്കുന്നതെങ്കിൽ അവർ പണവുമായാണ് കണക്റ്റഡ് ആവുക. They get connected to money. കാരണം ആ ഭക്ഷണം പണം ഉണ്ടാക്കാൻ വേണ്ടി, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇന്ന് വീടുകളിൽ പോലും ബന്ധങ്ങളെക്കാൾ കൂടുതൽ പണത്തിന് പ്രാധാന്യം വന്നത്. ശരിയല്ലേ? വീടുകൾ ഇങ്ങനെയായി മാറി അല്ലേ? വീട്ടിൽ പണത്തിൻ്റെ പേരിൽ വഴക്കുകൾ ഉണ്ടാകുന്നു. കാരണം ഞാൻ പണത്തിനു വേണ്ടി കുക്ക് ചെയ്യുന്ന ഭക്ഷണമാണ് കഴിക്കുന്നത്. അവർ പണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. നമുക്ക് തരുന്ന ഭക്ഷണത്തെക്കുറിച്ച് അവർ ശരിക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾ കഴിക്കുന്നു. അവരുടെ ഉള്ളിൽ പണം ഈ ഒരു ചിന്ത മാത്രമായിരിക്കും ഉണ്ടാവുക. ഇനി നിങ്ങൾ ഇവിടെ നിന്നും അമ്പലത്തിലേക്കോ ഗുരുദ്വാരയിലേക്കോ പോവുകയാണെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കും. അത് ഇത്രയ്ക്ക് വിഭവസമൃദ്ധമൊന്നും ആയിരിക്കില്ല. പക്ഷേ അതിൽ എങ്ങനെയുള്ള വൈബ്രേഷൻ ആയിരിക്കും ഉണ്ടാവുക? താങ്കൾ വരൂ, ഞങ്ങൾ താങ്കളുടെ സേവനം ചെയ്യാനായി നിൽക്കുകയാണ്. താങ്കൾ വന്നാലും
ഞങ്ങൾ താങ്കൾക്കായി പരമാത്മാവിൻ്റെ ഓർമ്മയിൽ ഉണ്ടാക്കിയ ഭക്ഷണം നൽകാം. ഇതായിരിക്കും അവിടുത്തെ വൈബ്രേഷൻ. ഈ 2 സ്ഥലത്ത് നിന്നും ഭക്ഷണം കഴിച്ചതിനു ശേഷം സ്വന്തം മനസ്സിൻ്റെ സ്ഥിതി എങ്ങനെയായി മാറി എന്നൊന്ന് നോക്കൂ. ഇത് അത്രയ്ക്ക് സയൻറ്റിഫിക്കായ കാര്യമാണ്. ഭക്ഷണം എന്നാൽ പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും മാത്രമല്ല. നമ്മൾ ദിവസവും ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കി ചെക്ക് ചെയ്യാറുണ്ട്. എൻ്റെ കുട്ടി ഇന്ന് എത്ര പ്രോട്ടീൻ കഴിച്ചു, എത്ര കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചു എന്നൊക്കെ നമ്മൾ നോക്കും. എന്നാൽ ഇനി മുതൽ കുട്ടിയുടെ ഉള്ളിലേക്ക് ശാന്തിയും ശക്തിയും എത്ര എത്തി എന്ന് ചെക്ക് ചെയ്യണം. അവർക്ക് വേണ്ടി ഒരു അരമണിക്കൂറെങ്കിലും കിച്ചണിൽ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. കഴിയുമോ? ഇത് നമുക്ക് ചെയ്യാൻ കഴിയുമോ? ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ആരാണോ നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നത് അവർക്കൊപ്പം ഒന്ന് ജസ്റ്റ് പോയി നിൽക്കുക. എന്നിട്ട് താങ്കൾ സ്വന്തം മനസ്സിൻ്റെ വൈബ്രേഷൻ ആ ഭക്ഷണത്തിന് നൽകിക്കൊണ്ടിരിക്കും. ജസ്റ്റ് ബി ദെയർ അറൗണ്ട് ദി ഫുഡ്. ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും സെർവ് ചെയ്യുമ്പോഴും പിന്നെ എല്ലാവരും അത് കഴിക്കുമ്പോഴും ഭക്ഷണത്തിനരികിൽ നിന്ന് സ്വന്തം വൈബ്രേഷൻ അതിലേക്ക് നൽകിക്കൊണ്ടിരിക്കുക.